ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് റമദാൻ സ്പെഷ്യൽ മുട്ടപ്പത്തിരിയും ചിക്കൻ കറിയുമാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്ത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് പൊടി നന്നായിട്ട് വാട്ടിയെടുക്കും. പൊടി നല്ല പാകത്തിന് വാടി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് സമയം അടച്ച് വെക്കുക. നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് മുട്ടപ്പത്തിരിയിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വലിയൊരു സവാള കൊത്തിയരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. 4 മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ട് ഇളക്കി യോജിച്ചെടുക്കാം. ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആയിട്ട് വരണം. നല്ല പാകത്തിനായിട്ടുണ്ട്. ഇത് മതിയാവും. ഫ്ലെയിം ഓഫ് ചെയ്യാം. മാവ് നല്ല പാകം ചൂടായിട്ടുണ്ട്. കൈകൊണ്ട് നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന ആ ചൂടിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. മാവ് നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് മതിയാവും. കുഴച്ച മാവ് ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മാവ് എടുത്തിട്ട് ചെറിയൊരു ബോളാക്കിയിട്ട് കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. വലിയ വട്ടത്തിലൊന്നും പരത്തണ്ട കേട്ടോ. നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന ആ ഒരു വട്ടത്തിലായിട്ട് പരത്തിയെടുക്കും. ഓരോരോ പത്തിരിയായിട്ട് വേവാൻ പാടില്ല കേട്ടോ. വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കാൻ മാത്രമേ പാടുള്ളൂ. തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക അത്ര മതി. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഉണ്ടാക്കി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് വേറൊരു പത്തിരി കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ് പുറത്തേക്ക് വരാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കണം. ഈ സൈഡ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മറച്ചിട്ടിട്ട് ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം അതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വളരെ മെല്ലെ വേണം കേട്ടോ ചെയ്യാൻ. അമർത്തി വയ്ക്കുക, ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ സാവധാനത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോന്നായിട്ട് വെച്ച് 2 സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കും. ഒരു സൈഡ് ആകുമ്പോഴും മറച്ചിട്ട് കൊടുക്കാം. പാകമായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി അടിപൊളിയായിട്ടുള്ള ഈ മുട്ടപ്പത്തിരിയിലേക്ക് നമുക്കൊരു ചിക്കൻ കറി കൂടി തയ്യാറാക്കാം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വലിയ 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. അത് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ട ചേരുവകളൊക്കെയാണ് ചേർക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂണാണ് കേട്ടോ. 1 ടീസ്പൂൺ നിറയെ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്,
നന്നായി പഴുത്ത ഒരു തക്കാളി, നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് യോജിപ്പിച്ചെടുക്കാം. രണ്ട് കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കാം. ചിക്കനെല്ലാം പാകത്തിന് വെന്താണ് ഇരിക്കുന്നത്. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു കപ്പ് നാളികേരപ്പാൽ, 1/4 ടീസ്പൂൺ ഗരം മസാല. വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറുതായി ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ടപ്പത്തിരി ചിക്കൻ കറിയും റെഡി. മുട്ടപ്പത്തിരി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.